എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് രഘുവരന് ക്ഷേത്രത്തിൽ ഇരിക്കുവാണ്. ഈ സമയത്ത് തിരുമേനി വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഇരുന്നോണ്ട് ഒരു കാര്യമില്ല രഘുവരൻ സാറേ എന്ന് പറയാണ്. അതെ മോള് എവിടെയാണെങ്കിലും ഉടനെ വരും. അത് മാത്രമല്ല പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞ്. അത് ശരിയാ തിരുമേനി, പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഒരു പക്ഷേങ്കിൽ ആ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാലോ, ഉണ്ണുമോളും ഗിരിദേവനും തിരിച്ചു വന്നാലോ എന്ന് പറയാം. അവര് വരുവാണെങ്കിൽ ഞാൻ അവരോട് കാര്യങ്ങൾ പറയാം. ഒരു കാര്യം ചെയ്യാം, രഘുവരൻ സാർ ഇപ്പം പോകാൻ പറയണം. ഇല്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, എനിക്ക് അവരെ ആ കുട്ടികളെ കണ്ടാൽ മാത്രം ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എന്റെ തമ്പുരനെ രക്ഷിക്കണമെങ്കിൽ ഇനി അവരല്ലാതെ വേറെ ആരുമില്ല. മുമ്പ് ബ്രഹ്മരക്ഷസിന്റെ കയ്യിൽ നിന്ന് പിടിയിൽ നിന്നും തമ്പുരനെ രക്ഷിച്ചുകൊണ്ടുവന്ന ആ കുട്ടികളാണ്. അപ്പൊ അവര് നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തമ്പുരനെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ദേവി എന്റെ അന്നപൂർണേശ്വരി ദേവി അങ്ങനെ എന്നോട് പറയണേ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. തിരുമേനി പോയിക്കോളാൻ പറയണ. തിരുമേനിക്ക് മനസ്സിലായി താൻ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അയാൾ പോകാനിട്ട് കൂട്ടാക്കില്ലെന്ന്. ആ സമയം ഉണ്ണിമോള് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്താണ് ഉണ്ണിമോള് പെട്ടെന്ന് ആ ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്. ഇത് എവിടുന്നാ പോലും ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്? ഒന്നാമത്തെ കാര്യം പരിചയമില്ലാത്തൊരു സ്ഥലം. ഗിരിദേവൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ മുമ്പ് താനൊരു അമ്മേനെ കണ്ടു. ആ അമ്മേനെ ഇപ്പം വല്ല പിശാചോ പ്രേതോ മറ്റോ ആണോ അങ്ങനെ ഒരു ചിന്ത മനസ്സ് വരുന്നുണ്ട്. ഈ വീട്ടിലേക്ക് താൻ വന്നു കഴിഞ്ഞപ്പം ആ അമ്മേനെ മാത്രമേ കണ്ടുള്ളൂ. ഒരു മോളും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മോളെ തന്നെ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഉണ്ണുമോൾ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് അങ്ങോട്ട് കഥ തുറന്ന് പുറത്തേക്ക് വരുമ്പോ ആ കാഴ്ച കാണുന്നേ. കാരണം മുമ്പ് താൻ പരിചയപ്പെട്ട ആ അമ്മ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നു. നൃത്തം എന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ട് ഉള്ള നൃത്തമാണ്. ആ നൃത്തം കണ്ട് ഒരു നിമിഷം ഉണ്ണിമോൾ അങ്ങോട്ട് നിന്ന് പോവാണ്. പെട്ടെന്ന് ഉണ്ണിമോളിന്റെ ഒക്കെ ഒരു ഞെട്ടലുണ്ടായി. ഇപ്പൊ ഗിരിദേവൻ പറഞ്ഞ പോലെ ഇവരിങ്ങനെ മനുഷ്യനല്ലേ, വല്ല പ്രേതോ പിശാശോ എന്തേലും ആണോ? ഉണ്ണിമോൾക്ക് ഭയങ്കര ടെൻഷൻ, ഒരു വിറയലൊക്കെ ഉണ്ടായി. അപ്പോഴാണ് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ ഉണ്ണിമോളെ കാണുന്നത്. ആ എഴുന്നേറ്റ മോള്, അല്ല എന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? വളരെ വെളുത്തിട്ടുണ്ടല്ലോ. ഓ ചിലങ്കയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നായിരിക്കും അല്ലേ? ഓ എന്നെ കണ്ടുകൊണ്ട് ചിലപ്പം പേടിച്ചു പോയി കാണും. മുമ്പേ ആ മോൻ പറഞ്ഞ പോലെ ഞാൻ വല്ല പ്രേതോ പിശാശോ ഒന്ന് ഓർത്ത് കാണോ അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഉണ്ണിമോൾക്കൊരു ചമ്മലുണ്ടായി. ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞു കേട്ടല്ലേന്ന് ചോദിക്കാം. ഞാൻ കേട്ടായിരുന്നു, പേടിക്കൊന്നും വേണ്ട. ഞാൻ പ്രേതോ പിശാശൊന്നും അല്ല, ഞാൻ മനുഷ്യശ്രീ തന്നെയാന്ന് പറയണം. അല്ല ഉണ്ണിമോള് മുമ്പേ നൃത്തം കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കുക. അല്ല നൃത്തം കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല ഞാൻ അമ്മ നൃത്തം ചെയ്യുന്ന കണ്ടിട്ടില്ല എന്ന് പറയാണ്. അതെ എന്റെ നൃത്തമല്ല, എന്റെ മോളുടെ നൃത്തം ഒന്ന് കാണേണ്ട തന്നെയാ. അവള് നൃത്തം ചെയ്യുന്ന കാണണം, എന്ത് ഭംഗിയാന്നറിയാ. നമ്മള് കണ്ടിരുന്ന് പോന്ന് പറയാ. മോളോ? അതെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മോളുണ്ടെന്ന്. നമ്മൾ നൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. ചിലർക്ക് ജന്മനാ തന്നെ നൃത്തത്തിനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്റെ കുട്ടി നന്നായിട്ട് നൃത്തം ചെയ്യുമെന്ന് പറയാം. ഈ ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ എഴുന്നേറ്റ് വരും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചെലങ്കയിട്ട് ഈ സമയത്ത് നൃത്തം കളിച്ചെന്ന് പറയാം. പക്ഷെ ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. ഉണ്ണിമോൾക്കാണെങ്കിൽ ഈ മകൾ ആരാന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷെ ഇവരുടെ മകള് ഇവിടെ കാണും. അന്നെങ്കിലാണെങ്കിൽ ഇവരെ നൃത്തം ചെയ്യണ വരുമായിരിക്കും. ഇപ്പൊ കണ്ടോ ഉണ്ണിമോൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്നുകൂടെ നൃത്തം ചെയ്യും. ആ നൃത്തത്തിന്റെ ശബ്ദം, ആ ചെലങ്കയുടെ ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേന് അവളിങ്ങ് വരുന്ന കണ്ടോണെന്ന് പറയാണ്. അങ്ങനെ ആ അമ്മ അവിടെ വീണ്ടും അങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് കട്ടിലേ കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചെവിയിലേക്ക് ആ ചിലങ്കയുടെ ശബ്ദം എത്തുവാണ്. ആ ചിലങ്കയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടി പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കി. അതിനുശേഷം അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, തമ്പുരുവായിരുന്നു. കാരണം തമ്പുരിനെ അന്വേഷിച്ചാണ് ഉണ്ണിമോളൊക്കെ അങ്ങോട്ട് വന്നത്. ആ തമ്പുര് തന്നെയാണ് മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്. അങ്ങനെ തമ്പുര് പതുക്കെ അങ്ങോട്ട് ഹാളിലേക്ക് വരുവാണ്, നൃത്തം ചെയ്യുന്നിടത്തേക്ക്. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത് തമ്പുരു അല്ലെന്ന് ഓർക്കുവാണ്. അങ്ങനെ തമ്പുരു അങ്ങോട്ട് വന്ന് ആ സ്ത്രീയുടെ മുന്നിലേക്ക് നിൽക്കുവാണ്. ഒരു നിമിഷം പെട്ടെന്ന് തന്നെ ആഹാ മോള് വന്നോന്ന് ചോദിച്ചോണ്ട് നൃത്തം നിർത്തിയിട്ട് അവര് തമ്പുരിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞു, ഇതാരെന്ന് മനസ്സിലായോ? ഇതെന്റെ മോളാന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മോളുണ്ടെന്ന്. ചെലങ്കയുടെ ശബ്ദം കേട്ടോണ്ട് അവൾ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞില്ലേ, ഇതെന്റെ മോള് ചിത്ര പൗർണമിയാന്ന് പറയാണ്. ചിത്ര പൗർണമിയോ? അയ്യോ ഇത് തമ്പുരുവാണല്ലോ, പിന്നെ എങ്ങനെ ഇത് ചിത്ര പൗർണമിയാന്നേ? ഉണ്ണിമോൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒരു പക്ഷേങ്കില് ഈ അമ്മയ്ക്ക് ഇനിയിപ്പം മാറിപ്പോയതാണെങ്കിലേ അങ്ങനെ വരാൻ വഴിയില്ല. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇനിയിപ്പൊ ഇവരാണോ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇങ്ങോട്ട്? തമ്പുരുവിനെ ഒരു സ്ത്രീ തട്ടിക്കൊണ്ട് പോയെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഇത് ഇവരായിരിക്കോ തട്ടിക്കൊണ്ട് വന്നേ? അതെ ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ മോളെ? ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോൾ ഇവിടെ നിൽക്കിട്ടോ. ഇപ്പൊ എന്റെ മോള് നൃത്തം ചെയ്യുന്ന കാണാം. പിന്നീട്
തന്റെ കാലിലെ ആ ചിലങ്കി ഊരിയിട്ട് ആ തമ്പുരിന്റെ കാലിലേക്ക് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ മോള് നല്ല അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ഉണ്ണിമോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് പുറത്തേക്ക് കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഗിരിദേവൻ അവിടെയുണ്ട്. ഗിരിദേവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗിരിദേവ, ഒരു സംഭവം ഉണ്ടായെന്ന് പറയും. എന്ത്? ദേ അകത്ത് തമ്പുരു ഉണ്ടെന്ന് പറയണ. തമ്പുരോ? അതേന്നേ, നമ്മൾ ആരെ അന്വേഷിച്ചാ വന്നേ? തമ്പുരുവിനെ അന്വേഷിച്ചല്ലേ വന്നേ. തമ്പുരു അകത്തുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എന്നിട്ട് ഉണ്ണിമോള് കണ്ടോ? കണ്ടു. പക്ഷെ തമ്പുരിന് എന്നെ കണ്ടു മനസ്സിലാകത്താണോ എന്താണെന്ന് അറിയത്തില്ല. അതെ, അവളുടെ പേരെന്താണെന്നറിയോ? ചിത്ര പൗർണമി. ആ അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ അമ്മ ഇട്ട പേരോ എനിക്കറിയത്തില്ല. പക്ഷെ തമ്പുരു എന്നെ കണ്ട് മൈൻഡ് പോലും ചെയ്തില്ല ഗിരിദേവ. അതെന്നാ, തമ്പുരിന് എന്നെ കണ്ട് മനസ്സിലാകത്തോണ്ടാണോ? അതോ ഇനിയിപ്പം വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗിരിദേവ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, ഒരു പക്ഷേങ്കില് തമ്പുരുവിനോട് ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ല പേടിപ്പിച്ചു വെച്ചിരിക്കുമായിരിക്കും. പേടിച്ചിട്ടായിരിക്കും തമ്പുരു സ്വന്തം പേര് പോലും പറയാത്തെ. ചിത്ര പൗർണമി എന്നല്ലേ പേര് പറഞ്ഞിരിക്കുന്നേ. ഇനിയിപ്പോ പേടിച്ചിട്ടാണെങ്കിലോ ഉണ്ണിമോളെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഉണ്ണിമോളെ മനസ്സിലാവാതിരിക്കത്തില്ല. ഉണ്ണിമോളെ മനസ്സിലായിട്ടും മിണ്ടായിരിക്കണമെങ്കിൽ ചിലപ്പോൾ ഉണ്ണിമോളെ ഉപദ്രവിച്ചാലൊന്ന് പേടിച്ചിട്ടായിരിക്കും അവര്. അതുകൊണ്ടായിരിക്കും തമ്പുരു ഒന്നും മിണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ, ഉണ്ണിമോൾ അകത്തേക്ക് കയറി ചെല്ല്. ദേ ആ സ്ത്രീ അവരകത്തേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് തമ്പുരുവിനോട് തന്നെ സംസാരിച്ചിട്ട് തമ്പുരുവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, നമുക്ക് പോകാന്ന് പറയാണ്. അല്ല, തമ്പുരു എൻ്റെ കൂടെ വരുവോ? ഉണ്ണിമോളെ വിളിച്ചാൽ വരും. ഒരു പക്ഷേങ്കിൽ അവരില്ലാത്ത സമയത്ത് വേണം വിളിക്കാനായിട്ട്. അവരുണ്ടെങ്കിൽ വരത്തില്ല എന്ന് പറയണം. ഇനിയിപ്പം തമ്പുരു വന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ, തമ്പുരു ഇപ്പൊ കൊണ്ടാൻ പറ്റില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവളെയും കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. ഉണ്ണിമോളെ ചെല്ലാൻ പറയണം. അങ്ങനെ ഉണ്ണിമോളെ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗിരിദേവൻ വിളിച്ചതേ സൂക്ഷിക്കണം എന്ന് പറയണം. എന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞ? ഉണ്ണിമോൾക്ക് പേടിയേ. അല്ല, അവര് കാണുക തമ്പുരിനെ വിളിച്ചോണ്ട് വരില്ലേ, അത് പിന്നെ പ്രശ്നമാവെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് തമ്പുരു അകത്തേക്ക് കയറി ചെല്ലുക. ആ സമയത്ത് അവര് അവളുടെ കാലിൽ ചിലങ്കിയൊക്കെ ഇട്ടിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ആഹാ, ഉണ്ണിമോള് വന്നോ? ദേ ഇപ്പൊ തന്നെ എന്റെ മോള് നൃത്തം ചെയ്യും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അകത്തേക്ക് കയറിപ്പോയ സമയത്ത് തമ്പുരിന്റെ കയ്യിൽ പോയി പിടിച്ചിട്ട് ഉണ്ണിമോള് പറഞ്ഞു, തമ്പുരു നീ എന്തെടുക്കുക? നീ വാ, നമുക്ക് പോകാന്ന് പറയാണ്. ദേ നിന്റെ അച്ഛനവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ തിരുമേനിയെ വന്ന് തമ്പുരിനെ കാണാതെ പോയെന്ന്. അതെ, ക്ഷേത്രത്തിൽ കൊണ്ടേക്കാം, അവിടെ വന്ന് നിന്റെ അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും, പെട്ടെന്ന് വാന്ന് പറയണം. ഇത് കേട്ടും തമ്പുരു കയ്യങ്ക വിടുവിച്ചു. വിടാൻ പറയാണ്. എന്താ തമ്പുരു നീ ഇങ്ങനെയൊക്കെ? വരാൻ പറ. അല്ല, വാ എൻ്റെ കൂടെ. നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഇത് നിന്റെ അമ്മയൊന്നും അല്ല, നിന്നെ തട്ടിക്കൊണ്ട് വന്ന സ്ത്രീ ഇതാണോ? അതോ വേറെ ആരെങ്കിലും ആണോ? എന്താന്ന് വെച്ചാൽ പറ എന്നോട്. നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെന്ന് ചോദിക്കുക. ഞാൻ വരുന്നില്ല എന്ന് പറയാം. എന്റെ കയ്യെന്ന് വിടാൻ പറയാം. എന്താ തമ്പുരു ഇങ്ങനെ? നീ എന്താ ഇങ്ങനെ എന്നോട് പരിചയമില്ലാത്ത പോലെ? നിന്നെ കൊണ്ടാവാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നെ കണ്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കണം. തമ്പുരു ആണെങ്കിൽ അടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉണ്ണിമോൾക്ക്. അപ്പോഴാണ് അങ്ങോട്ട് തമ്പുരുവിന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ അങ്ങോട്ട് വന്നേ. ഇതേ മോളെ ഈ പാല് കുടിച്ചേ. ഉണ്ണിമോള് നൃത്തം കണ്ടായിരുന്ന ചിത്ര പൗർണമിയുടെ നന്നായിട്ട് നൃത്തം ചെയ്യും. ഇത് കേട്ട ഉണ്ണിമോള് ഞാൻ കണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് അങ്ങനെയാ, എന്റെ മോള് നൃത്തം കളിച്ചിട്ടുണ്ടെങ്കിൽ ആരും നോക്കിയെന്ന് പോകും. മോളെ ഈ പാല് കുടിക്കാൻ പറയാ, ക്ഷീണിച്ച് കാണുമായിരിക്കില്ല നൃത്തം ചെയ്ത എന്ന് പറയുവാണ്. പിന്നീട് ആ പാല് കുടിപ്പിക്കുവാണ്. എനിക്ക് മതിയുമെന്ന് പറയാം. അത് പറഞ്ഞിട്ടല്ല, മുഴുവൻ കുടിക്കാൻ പറയണം. അല്ല, ഉണ്ണിമോൾക്ക് ക്ഷീണം തോന്നില്ല, ഉണ്ണിമോൾക്ക് പോയി കിടന്നോളാൻ പറയാണ്. ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾ അങ്ങനെ മുറിയിലേക്ക് പോയി കിടക്കുക. ഈ സമയത്ത് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ഹരിവരാസനം വരുവാണ്. അയ്യപ്പസ്വാമിയുടെ ആ ഒരു പാട്ട്, ഉറക്കുപാട്ട്, അത് വരുവാണ്. അങ്ങനെ ഉണ്ണിമോൾ ആ പാട്ടൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് കിടക്കുവാണ്. ഈ സമയം ദേവികമ്മ തൻ്റെ അടുത്ത് കുട്ടികളെ പിടിച്ചിരുത്തിയേക്കുവാണ്. അപ്പം ദേവികയുടെ മനസ്സിലേക്ക് ഉണ്ണിമോളെ കുറിച്ചുള്ള പല പല ചിന്തകളും വന്നു. ആ സമയത്ത് ആതിരമോളും അതോടൊപ്പം തന്നെ അഖിൽമോനൊക്കെ അടുത്തുണ്ട്. അപ്പൊ ഉണ്ണിമോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവികൻ പറഞ്ഞു, ഞാനും ഉണ്ണിമോളും കൂടെ ഇതിനു മുമ്പ് ശബരിമലയ്ക്ക് പുറപ്പെട്ട, പക്ഷെ അന്ന് എത്താനായിട്ട് പറ്റിയില്ല. പകുതി വഴിക്ക് തന്നെ യാത്ര മുടങ്ങിയെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, അതെന്താ അങ്ങനെ സംഭവിച്ചേ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താനുള്ള സമയമായില്ലെന്ന് തോന്നേ, അതുകൊണ്ടാണ് വഴിക്ക് വെച്ച് ആ യാത്ര പോലും മുടങ്ങിപ്പോയെന്ന് പറയാം. എന്താണെങ്കിലും എൻ്റെ ചെവിക്കാർക്ക് ഇപ്പൊ എനിക്ക് ആ ഹരിവരാസനം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹരിവരാസനം എപ്പോഴാ പാടുന്നതെന്ന് അറിയാവോ? നടയടയ്ക്കുന്ന സമയത്താണ്. കാരണം അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ടെന്നാ പറയുന്നത് ഹരിവരാസനം. നടയടച്ചു കഴിഞ്ഞ് തിരുമേനി ഇറങ്ങുന്ന സമയത്ത് ഹരിവരാസനം അങ്ങനെ അവസാനിക്കും എന്ന് പറയാണ്. അല്ല, ഇതൊക്കെ മുത്തശ്ശിക്ക് എങ്ങനെയാ? മുത്തശ്ശി ശബരിമല പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം.
ശബരിമല പോണ്ട, ഇവിടുത്തെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തില് അതുപോലെ. കാരണം വൈകുന്നേരം തിരുമേനി നടയടയ്ക്കുന്ന സമയത്താണ് ഹരിവരാസനം വെക്കുന്നത്. അതിങ്ങനെ കേട്ട് കഴിയും ഭയങ്കര ഒരു അനുഭൂതിയാണ്. ആ സമയത്ത് ഉണ്ണിമോൾ ആ ഹരിവരാസനം കേട്ടോണ്ട് എന്നെ മടിയിലിരിക്കും. പിന്നീട് ആ ഹരിവരാസനം തീർന്നു കഴിയുമ്പോഴത്തേനും ഉണ്ണിമോള് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അയ്യപ്പസ്വാമി ഉറങ്ങുന്ന പോലെ തന്നെ ഉണ്ണിമോള് ആ സമയത്ത് ഉണ്ണിമോളും കിടന്നുറങ്ങുന്ന ദേവികമ്മ പറയാ. ഇതൊക്കെ കേട്ടോണ്ട് ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ആതിരമോളും അഖിൽമോനും മുത്തശ്ശിയുടെ അടുത്തിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.